വെൽക്കം ഓൾ. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ ആ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ള സ്റ്റെപ്പാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മളിനി അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയ്ക്കകത്തൂടെ നോക്കാൻ പോകുന്നത്. നമ്മളിതിനകത്ത് ആദ്യം നോക്കുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന കാറ്റഗറിയെക്കുറിച്ചാണ്. നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് ഓൾറെഡി പഠിച്ചു. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഔട്ട്പുട്ട് ഡിവൈസസ് ആർ ഡിവൈസസ് ദാറ്റ് പ്രിൻ്റ് ഓർ ഡിസ്പ്ലേ ഔട്ട്പുട്ട് ഫ്രം എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ ഒരു പ്രോസസ്സിൻ്റെ റിസൾട്ട് ഒന്നുകിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. ഈ രണ്ട് മെത്തേഡാണുള്ളത്. അപ്പോൾ അങ്ങനെ ഔട്ട്പുട്ട് പുറത്തേക്ക് തരുന്ന ഡിവൈസസിന് വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ ഇവിടെ മെഷീൻ റീഡബിൾ ഫോമിലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അത് ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് മാറ്റി നമുക്ക് തരിക എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ പ്രത്യേകത. ഔട്ട്പുട്ട്സ് ജനറേറ്റഡ് ബൈ ദ ഔട്ട്പുട്ട് ഡിവൈസസ് മേ ബി ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഓർ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. അപ്പോൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ തിരിക്കാം. ഒന്ന് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്നും സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്നും. ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെർമനൻ്റ് മാനറിലാണ് എങ്കിൽ അതിനെ നമ്മൾ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയാം. എന്നാൽ അതായത് ഒരു പ്രിൻ്റർ ഔട്ട്പുട്ട് തരുന്നത് എങ്ങനെയാണ്? ഒരു പേപ്പറിലാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് പിന്നീടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ പെർമനൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകളെ വിളിക്കുന്നത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസസും ഉണ്ട്. ഇപ്പോൾ പ്രിൻ്റർ, പ്ലോട്ടർ തുടങ്ങിയവയൊക്കെ അത്തരത്തിലുള്ള ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. അപ്പോൾ പേപ്പറിൽ ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരും. അത് പെർമനൻ്റ് ആയിട്ട് പിന്നീട് നമുക്ക് കമ്പ്യൂട്ടർ ഓഫ് ചെയ്തിട്ടൊക്കെ പോയാലും നമുക്ക് ആ ഔട്ട്പുട്ട് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് അതിനെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. പെർമനൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. എന്നാൽ ഒരു മോണിറ്ററിൽ നമ്മൾ കാണുന്ന ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ്. അതൊരു ഡിജിറ്റൽ ഫോമിലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഔട്ട്പുട്ട് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താ? അത് എത്ര നേരത്തേക്ക് കാണും? നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാണും. നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തൊക്കെ വെച്ചിട്ട് പിന്നെ വന്ന് മോണിറ്റർ ഓൺ ചെയ്ത് നോക്കിയാൽ മോണിറ്ററിലെ ഔട്ട്പുട്ട് കാണുമോ? ഇല്ല. അതൊരു കുറച്ച് നേരത്തേക്ക് അടുത്ത ഒരു ഔട്ട്പുട്ട് വരുമ്പം പഴയ ഔട്ട്പുട്ട് അങ്ങ് പോകും. അപ്പോൾ പ്രിൻ്റർ, പ്ലോട്ടർ തുടങ്ങിയവ പ്രൊഡ്യൂസ് ചെയ്യുന്ന പെർമനൻ്റ് ടൈപ്പിലുള്ള ഔട്ട്പുട്ടുകളെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകളെന്നും, മോണിറ്റർ പോലുള്ള ഡിവൈസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പററി മാനറിലുള്ള ഔട്ട്പുട്ടിനെ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകളെന്നും പറയും. അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ്. അടുത്തത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്, VDU എന്ന് പറയും. എ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഇസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് വിഷ്വലി കൺവേസ് text, graphics and video information. Information shown on a display device is called soft copy because the information exists electronically and it is displayed for a temporary period of time. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ടൈപ്പിലുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസ് കാറ്റഗറിയാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അല്ലെങ്കിൽ VDU എന്ന് പറയുന്നത്. ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് ആണ് എന്ന് പറയാം. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനെ, അത് ടെക്സ്റ്റ് ആയിരുന്നാലും ഇമേജ് ആയിരുന്നാലും വീഡിയോ ആയിരുന്നാലും അതിനെയൊക്കെ ഒരു ടെമ്പററി മാനറിൽ ഇലക്ട്രോണിക്കലി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്ന ഒരു ഡിവൈസാണ് എന്തെന്ന് പറയുന്നത്? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് പറയുന്നത്. അതൊരു ടെമ്പററി മാനറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഔട്ട്പുട്ട് നമ്മൾ മോണിറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ മാറി 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 വരും.
അപ്പോൾ അത് ടെമ്പററി മാനറിലാണ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ളതാണെന്ന് പറയാം? സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകളാണ് എന്ന് പറയാം. അവയുടെ ഔട്ട്പുട്ട് ടെമ്പററി മാനറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകളുടെ കാറ്റഗറിയിൽ ആദ്യത്തെ ടൈപ്പിലുള്ള ഡിവൈസുകളാണ് കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾ, CRT മോണിറ്ററുകൾ. കാഥോഡ് റേ ട്യൂബ് മോണിറ്റർ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന മോണിറ്ററുകൾ, നിങ്ങൾ ആ ഫിഗറിൽ കാണുന്ന ടൈപ്പിലുള്ള മോണിറ്ററുകളെ വിളിക്കുന്ന പേരാണ് CRT മോണിറ്റർ എന്ന് പറയുന്നത്. അതായത് പണ്ടുണ്ടായിരുന്ന ടെലിവിഷൻ സെറ്റുകളെ പോലെയാണ് ഈ മോണിറ്ററുകൾ ഉള്ളത്. 2 types of CRT monitors are available. 2 ടൈപ്പിലുള്ള CRT മോണിറ്റേഴ്സ് ഉണ്ട്. മോണോക്രോം മോണിറ്ററുകളും കളർ മോണിറ്ററുകളും. A monochrome monitor displays character and images in a single color on a dark background. നിങ്ങൾ പഴയ കാലത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV കണ്ടിട്ടില്ലേ? അതായത് ഒറ്റ കളറിൽ, ബ്ലാക്ക് എന്ന് പറയുന്നൊരു കളറും വൈറ്റ് ആൻഡ് ബ്ലാക്കിലാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് കളറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി അനദർ വേരിയേഷൻ എന്ന് പറയുന്ന മോണോക്രോം എന്ന് പറയുന്നത് കേപ്പബിൾ ഓഫ് ഡിസ്പ്ലേയിങ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ഈസ് കാൾഡ് ഗ്രേ സ്കെയിൽ മോണിറ്റർ. ഇനി ഈ ഗ്രേയുടെ വിവിധ ഷെയ്ഡുകൾ കാണിക്കാൻ പറ്റുന്ന വേറൊരു മോണിറ്റർ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് ഗ്രേ സ്കെയിൽ മോണിറ്റർ എന്നാണ്. അപ്പം അതിനുശേഷമാണ് പിന്നീട് കളർ മോണിറ്ററുകൾ വരുന്നത്. അതായത് റെഡ്, ബ്ലൂ, ഗ്രീൻ തുടങ്ങിയ ബേസിക് കളറുകളുടെ കോമ്പിനേഷനുകളായിട്ട് 16 മുതൽ 1 മില്യൺ വരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സിനെ കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോണിറ്ററുകൾ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മോണിറ്ററുകളാണ് കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മോണിറ്ററുകൾക്ക് ക്ലാരിറ്റിയൊക്കെ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും ഈ ഗ്രാഫിക് പർപ്പസുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായിട്ടുള്ള കളർ റെൻഡറിങ് കിട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള മോണിറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരും ഒക്കെ ഇത്തരത്തിലുള്ള കളർ മോണിറ്ററുകൾ ഉപയോഗിച്ച് റെൻഡർ ചെയ്യാറുണ്ട്. കാരണം ഇതിൻ്റെ കളർ പെർഫെക്ഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ പുതിയ തലമുറയിലെ മോണിറ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ കളർ പെർഫെക്ഷൻ വളരെ കൂടുതലായിരിക്കും. ഇതായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്ന വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റുകൾ, കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾ. അപ്പം നമ്മൾ പഠിച്ച കാഥോഡ് റേ ട്യൂബ് മോണിറ്ററുകൾക്ക് കളറിൻ്റെ കോമ്പിനേഷനൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ സൈസ് വളരെ കൂടുതലാണ്, പവർ കൺസ്യൂം ചെയ്യുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഈ പ്രോബ്ലംസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പുതിയ ചില മോണിറ്ററുകൾ കൊണ്ടുവന്നു. അവയെ വിളിക്കുന്ന നമ്മൾ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകൾ എന്നാണ്. ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേസ് ആർ തിന്നർ, ചെറുതാണ്, ഈ സൈസ് കുറവാണ്, തിന്നറായിട്ടുള്ള ഷേപ്പിലുള്ളതാണ്. ലൈറ്റർ ഇൻ വെയിറ്റ് കുറവാണ്. കൺസ്യൂംസ് ലെസ് പവർ ആൻഡ് എമിറ്റ് ലെസ് ഹീറ്റ് കമ്പയർഡ് ടു CRT മോണിറ്റേഴ്സ്. CRT മോണിറ്ററുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാണ്, വെയിറ്റ് കുറവാണ്, പവർ കൺസപ്ഷൻ കുറവാണ്, ഈ തിന്നറുമാണ്. അതുകൊണ്ടാണ് പുതിയ ടൈപ്പിലുള്ള മോണിറ്ററുകളെ കൊണ്ടുവന്നത്. ലാപ്ടോപ്പ് പോലുള്ളതിൻ്റെയൊക്കെ ഡിസ്പ്ലേകൾ എടുക്കാൻ വേണ്ടി വന്ന പുതിയ ടൈപ്പിലുള്ള മോണിറ്ററുകളെയാണ് നമ്മൾ ഫ്ലാറ്റ് പാനൽ മോണിറ്ററുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലാറ്റ് പാനൽ മോണിറ്ററുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണിറ്ററുകളാണ് LCD മോണിറ്ററുകൾ, LED മോണിറ്ററുകൾ, പ്ലാസ്മ മോണിറ്ററുകൾ, OLED മോണിറ്ററുകൾ. LCD മോണിറ്റേഴ്സ്, LED മോണിറ്റേഴ്സ്, പ്ലാസ്മ മോണിറ്റേഴ്സ്, OLED മോണിറ്റേഴ്സ്. അപ്പോൾ ഈ ഓരോ ടൈപ്പിലുള്ളതിനെക്കുറിച്ചും നമ്മൾ ഇനി പറയാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ടൈപ്പിലുള്ള ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേകളാണ് LCD ഡിസ്പ്ലേകൾ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സ്, LCD മോണിറ്ററുകൾ. LCD displays consist of liquid crystal sandwiched between 2 plastic plates. These crystals rearrange to form image when an electric current is passing through them. A light source at the back of this plate makes the picture visible. This light source can be fluorescent lamp or LED.
ഇപ്പോൾ LCD ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ രണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റുകളുടെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് സാൻഡ്വിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതേപോലെ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ രണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റിൻ്റെ ഇടയിലുണ്ട്. ഇവ ഒരു ഇലക്ട്രിക് കറണ്ട് ഇതുവഴി പാസ് ചെയ്യുമ്പം ഇതിങ്ങനെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് കാണുകയും വേണം. ഒരു ഇലക്ട്രിക് കറണ്ട് ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ അതിനനുസരിച്ച് പിക്ചർ ഇതിനകത്ത് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ ഇമേജ് നമുക്ക് കാണാൻ വേണ്ടി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കും. ആ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഫ്ലൂറസെൻ്റ് ലാമ്പോ LED ലാമ്പോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ വന്ന ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ ഡിവൈസുകളിൽ ആദ്യത്തെ ഡിവൈസുകളാണ് എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്, LCD മോണിറ്റേഴ്സ് എന്ന് പറയും. അടുത്തത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED മോണിറ്റേഴ്സ് എന്ന് പറയുന്നതാണ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റേഴ്സ് ആർ LED directly behind the liquid crystal display in order to light up the screen. അപ്പോൾ ഇവിടെ ഈ ഡിസ്പ്ലേയുടെ ബാക്ക് സൈഡിൽ LED ഡയറക്റ്റ് ആയിട്ട് അങ്ങ് വയ്ക്കും. എന്തിനാ? നമ്മുടെ ഈ ഇതിനെ ലൈറ്റ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ഡിവൈസുകൾ നമ്മൾ LED മോണിറ്റേഴ്സ് എന്ന് പറയും. ദിസ് ടെക്നിക് ഈസ് വെരി എഫക്റ്റീവ് ആൻഡ് ഗീവ്സ് ഈച്ച് ഏരിയ ഓഫ് ദ സ്ക്രീൻ ഇറ്റ്സ് ഓൺ ലൈറ്റ് വിച്ച് ക്യാൻ ബി ഓൺ ഓർ ഓഫ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഓരോ ഏരിയയിലും ഇങ്ങനെ LEDs ഉണ്ട്. അത് ഓൺ ഓഫ് ചെയ്താണ് നമുക്ക് ഇമേജ് കാണാൻ കഴിയുന്നത്. LED സ്ക്രീൻ എന്ന് പറയുന്നത് മാസീവായിട്ടുള്ള കോൺട്രാസ്റ്റ് റേഷ്യോയിൽ നമുക്ക് ഇമേജുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടെക്നോളജി എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ LED ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ കളർ ക്വാളിറ്റി ബെറ്റർ ആയിരിക്കും, ക്ലാരിറ്റി വളരെ കൂടുതലാണ്, വ്യൂവിങ് ആംഗിൾ വളരെ ഇപ്പോൾ ഈ LCD മോണിറ്ററുകളിൽ നിങ്ങൾ ഒരു സൈഡിൽ ഇരുന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഇമേജ് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടത്തെ വ്യൂവിങ് ആംഗിൾ എന്ന് പറയുന്നത് വളരെ വൈഡായിരിക്കും. നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഇത് വ്യൂ ചെയ്യാൻ പറ്റുന്ന ഇതായിരിക്കും. റിഫ്രഷ് റേറ്റ് വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് ഇമേജ് മാറി വന്നോളും. ഇനി പവർ വളരെ കുറച്ച് മതി. LEDസിന് പവർ വളരെ കുറച്ച് മതിയല്ലോ. ഇതൊക്കെയാണ് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള LED, അതായത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് മോണിറ്റേഴ്സിൻ്റെ പ്രത്യേകത. അപ്പോൾ അടുത്ത ടൈപ്പിലുള്ള വിഷ്വൽ ഡിസ്പ്ലേ ഡിവൈസുകളാണ് പ്ലാസ്മ മോണിറ്ററുകൾ എന്ന് പറയുന്നത്. പ്ലാസ്മ മോണിറ്ററുകൾ എന്ന് പറഞ്ഞാൽ എ ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേ കൺസിസ്റ്റ് ഓഫ് സാൻഡ്വിച്ചിങ് നിയോൺ ഓർ സെനോൺ ഗ്യാസ് ബിറ്റ്വീൻ two sealed glass plates with parallel electrodes deposited on their surface. രണ്ട് സ്റ്റീൽ പ്ലേറ്റുകൾ, അവയുടെ ഇടയിൽ ഏത് ഗ്യാസ് ഉണ്ട്? സെനോൺ അല്ലെങ്കിൽ നിയോൺ ഗ്യാസ്. എന്നിട്ട് രണ്ട് ഇലക്ട്രോഡുകൾ, നിങ്ങൾ ചെറിയ ഗ്ലാസ്സിലെ ഇലക്ട്രോഡുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റിലും രണ്ട് ഇലക്ട്രോഡും കൂടെ ഫിക്സ് ചെയ്തേക്കും. When the voltage is passed between the electrodes, the gas light up as different colors ക്രിയേറ്റിംഗ് ഇമേജ് ഓൺ ദ മോണിറ്റർ. അപ്പോൾ ഈ ഇലക്ട്രോഡുകളിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗ്യാസ് പല കളറുകളിൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇമേജ് കാണുന്നത്. പ്ലാസ്മ മോണിറ്റർ എന്ന് പറയുന്നത് ഹൈ റെസല്യൂഷൻ മോണിറ്ററുകളാണ്. വളരെ ക്ലാരിറ്റി ഉള്ള ടൈപ്പിലുള്ള മോണിറ്ററുകളാണ് പ്ലാസ്മ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, വളരെ എക്സ്പെൻസീവായിട്ടുള്ള മോണിറ്ററുകളുടെ കാറ്റഗറിയിലാണ് പ്ലാസ്മ മോണിറ്റേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇത് വേസ്റ്റായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇതിന് നമ്മൾ പാഴിപ്പോയി എടുത്ത് കളഞ്ഞാൽ ഇതിന് കുറച്ച് ഹാംഫുള്ളാണ് ഈ സാധനം. കാരണം ഈ ഗ്യാസ് ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നതുകൊണ്ട് പ്ലാസ്മ മോണിറ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഹാംഫുള്ളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ പ്ലാസ്മ മോണിറ്റേഴ്സ് ഒന്നും അധികം ഉപയോഗിക്കാറില്ല. അടുത്തത് ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് OLED മോണിറ്റേഴ്സ് ആണ്. ദ പാനൽ ഓഫ് OLED ഈസ് മേഡ് അപ്പ് ഓഫ് മില്യൺസ് ഓഫ് ടൈനി LEDs. ചെറിയ മില്യൺസ് ഓഫ് LEDs ചേർത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു പാനൽ, അതാണ് എന്തെന്ന് പറയുന്നത് OLED. ഇതിലെ O എന്നതുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓർഗാനിക് എന്നാണ്. അതായത്
ഓർഗാനിക് എന്ന പേരിന് വരാൻ കാര്യം ഈ ലൈറ്റ് എമിറ്റിംഗ് ലെയർ ഓഫ് ദ പാനലിനകത്ത് കാർബൺ ഉണ്ട്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഓർഗാനിക് ആണ് എന്ന് പറയുന്നത്. OLED സ്ക്രീൻസ് ആർ തിന്നർ ആൻഡ് ലൈറ്റർ ദാൻ LCD ആൻഡ് LED. LCDകളെക്കാളും LED-കളെക്കാളും തിന്നറും ലൈറ്റുമായിട്ടുള്ള സ്ക്രീനുകളാണ് എന്ന് പറയുന്നത് OLED സ്ക്രീനുകൾ. They can produce better quality images and have a better viewing angle. നല്ല ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യാനും നല്ല വ്യൂവിങ് ആംഗിൾ കാണിക്കാനും, അതായത് വ്യൂവിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് പ്രൊഡ്യൂസ് ചെയ്യാനും ആരെ കൊണ്ട് പറ്റും? OLED കൊണ്ട് പറ്റും. പവർ വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ. പക്ഷേ നല്ല എക്സ്പെൻസീവാണ് ഇത്തരത്തിലുള്ള മോണിറ്ററുകൾ എന്ന് പറയുന്നത്. അതാണ് OLED മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഡിസ്പ്ലേ ഡിവൈസാണ് LCD പ്രൊജക്ടറുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പ്രൊജക്ടർ കണ്ടിട്ടുണ്ടാവും. ഒരു സ്ക്രീൻ വെച്ച് നമ്മളൊരു ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് ആ സ്ക്രീനിൽ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രൊജക്ടറുകൾ. LCD പ്രൊജക്ടർ. LCD projector is a type of video projector for displaying video, images or computer data on a large screen on the flat surface. It is a modern equivalent of the slide projector or overhead projector. പണ്ട് സ്ലൈഡുകളിട്ട് പ്രൊജക്റ്റ് ചെയ്തിരുന്നതിൻ്റെ ഒരു മോഡേൺ പതിപ്പാണെന്നേ ഉള്ളൂ. A beam of light of high intensity travels through thousands of shifting pixels in an LCD display. This beam of light then passes through a lens which projects and focuses the image on the surface. ഒരു LCD പാനലിൽ കൂടെ ഒരു ഹൈ ലൈറ്റ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വിടും. അപ്പോൾ അതിനകത്തുള്ള ഇമേജ് ലൈറ്റ് സോഴ്സിലോട്ട് വരും. ആ ലൈറ്റ് സോഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ ഒരു മാസീവായിട്ടുള്ള ഡിസ്പ്ലേ ഡിവൈസ് ആയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? LCD പ്രൊജക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഇനി നമുക്ക് ഹാർഡ് കോപ്പി ഡിവൈസസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് അടുത്ത വീഡിയോയ്ക്കകത്ത് നോക്കാം.